രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കാത്തുരക്ഷിക്കാൻ നമ്മുടെ സൈന്യത്തിന് ഒരു പോറൽ പോലും ഉണ്ടാകാതെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ വരുന്നു കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ വൻ കുതിരപ്പടയും ചീറ്റപ്പുലിയും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വളച്ചുകെട്ടാതെ സംഭവം വളരെ സിമ്പിളായി പറഞ്ഞു തരാം. ഇന്ത്യൻ സൈന്യത്തിന് ചേതക്, ചീറ്റ എന്നീ ഹെലികോപ്റ്ററുകൾ വരികയാണ്. അവയുടെ ആളില്ലാ പതിപ്പാണ് പുറത്തു വരാൻ പോകുന്നത്. അതെ, ബംഗളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നൂതന ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ വലിയ തരത്തിലുള്ള വൈദഗ്ധ്യം നേടിയ ഒരു കമ്പനിയാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ ചേതക്കും ചീറ്റയും ആദ്യമായി ഇപ്പോഴല്ല പുറത്തിറങ്ങുന്നത്. 1960-70 കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച മോഡലുകളാണിവ. ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേന, അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേന എന്നിവയിലുടനീളം വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മോഡലുകളാണ് ചീറ്റയും ചേതക്കും. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇവയെ നമ്മുടെ രാജ്യം ഉപയോഗിച്ചത് പറഞ്ഞു തരാം. രഹസ്യ അന്വേഷണം, സൈനിക ഗതാഗതം, അപകടത്തിൽപ്പെടുന്നവരെ ഒഴിപ്പിക്കൽ എന്നിങ്ങനെ തുടരുന്നു ഇവയുടെ എടുത്തു പറയാവുന്ന സേവനത്തിന്റെ ലിസ്റ്റ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട രാജ്യത്തിന്റെ മറ്റൊരു വലിയ നീക്കമാണ് ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും യുദ്ധ ഉപകരണങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് ഈ വലിയ യുദ്ധ ഉപകരണ ഏറ്റെടുക്കൽ പദ്ധതി ഇന്ത്യ മഹാരാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ എയർ ലോറ, ഐസ് ബ്രേക്കർ, അതുപോലെ തന്നെ റാംബേജ് എന്നീ മിസൈലുകളാണ് നമ്മുടെ രാജ്യം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എയർ ടു എയർ മിസൈലുകൾ, അതുപോലെ തന്നെ അലഞ്ഞുതിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്കായി $8.7 ബില്യൺ വമ്പൻ പദ്ധതിക്കാണ് ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് 2020 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണം വാങ്ങിയത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇന്ത്യ മഹാരാജ്യം തങ്ങളുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നത്. അതുപോലെ തന്നെ ഇന്ത്യ തങ്ങളുടെ ചേതക്, ചീറ്റ എന്നീ ഹെലികോപ്റ്റർ വകഭേദങ്ങളുടെ പുതിയ പതിപ്പിൽ ഹെലികോപ്റ്റർ വരുന്നത് ആളില്ലാ ആകാശവാഹനമായിട്ടായിരിക്കും. അതെ, അതിനൂതനമായ വമ്പൻ മാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ ഇടിച്ചു കയറി ചെന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിച്ച് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. രാജ്യം ഉയർച്ചയുടെ കൊടുമുടി കയറുമ്പോൾ രാജ്യസ്നേഹികൾ അഭിമാനത്തിന്റെ നെറുകയിലെത്തി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.